എന്നാ വീഡിയോ? അമ്മയുടെ വീഡിയോ. അയ്യേ, ഇങ്ങനെയാണോ വീഡിയോ എടുക്കണേ? ഹായ്, ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തീരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നാട്ടിലോട്ട് പോവാണ്, സർപ്രൈസായിട്ടാണ് നാട്ടിലോട്ട് പോകുന്നത്. ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ പിള്ളേരും ചേട്ടനും വരുന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു യാത്രയിൽ അവർ സർപ്രൈസ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവരിൽ നിന്ന് വലിയ റിയാക്ഷനൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത്. ഞാനിങ്ങനെ ഒത്തിരി വീഡിയോസിലൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പാരൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാരൻസും ചേട്ടൻ്റെ പാരൻസും അത്തരത്തിൽപ്പെട്ടൊരു ആൾക്കാരല്ല. അവർ ഈവൻ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായാലും അത് പുറത്ത് കാണിക്കാൻ ഇച്ചിരി മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എക്സൈറ്റഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മളുടെ വീട് മ്യോൻഷൻ ഗ്ലാഡ്ബാഹിലാണ്. അപ്പോൾ മ്യോൻഷൻ ഗ്ലാഡ്ബാഹിൽ നിന്ന് നമ്മൾ ആദ്യം കൊളോൺ പോയി, കൊളോണിൽ നിന്ന് നേരെ ഫ്രാങ്ക്ഫൂട്ടിൽ പോയി, ഫ്രാങ്ക്ഫൂട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഫ്രാങ്ക്ഫൂട്ട് ടു ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂർ ടു കൊച്ചി. എനിക്ക് ഫ്ലൈറ്റിലെ ഫുഡൊന്നും തീരെ പിടിക്കത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടും ഛർദ്ദിക്കാൻ വരും. അത് കുറച്ചങ്ങ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രഷർ ഡിഫറൻസ് ആണോ എന്ന് അറിയത്തില്ല, എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് ഭയങ്കര തലവേദന തുടങ്ങും. ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ചു നോക്കി. എല്ലാവരും പറയുന്നത് കേൾക്കാൻ ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ആദ്യം അത് കഴിച്ചിട്ടാണ് മെല്ലെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയത്. എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ അവർ ചോദിച്ചു അവനെന്താ കരഞ്ഞോ, അവളെന്താ പറഞ്ഞേ, വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ ചിണുങ്ങി, അപ്പോൾ PS5 എന്നും പറഞ്ഞ് ചേട്ടൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ അവൾ എന്തെന്ന് വെച്ചപ്പോൾ അവൾ മുഖം വീർപ്പിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു പക്ഷോ അവളെങ്കിലും കൊണ്ടുവരായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. എൻ്റെ ദൈവമേ എന്തോ ഒരു നുണയാ പറയണേ. ചെസ് കളിക്കണോ? കളിച്ചോ. ചേട്ടനെ വിളിക്കോ? ചേട്ടനോ സ്റ്റാച്ചു ആയിട്ടിരിക്കണേ? അല്ല ചേട്ടനെന്നാ ഇത് ചെയ്യണേ? ഇനി വിളിക്കോ ചേട്ടനെ? വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞു ചേട്ടനോട് പൊക്കോളാൻ പറഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പൊ പോയി കാണുമെന്നും പറഞ്ഞു. ഓ സത്യസന്ധൻ. കളിക്കാലോ. ഇവർ വരുന്നില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പം ഇവരില്ലാതെ മാറി നിന്ന് സംസാരിക്കണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും അവരുടെ സന്തോഷം കാണാനുള്ള ഒരു ഇതുകൊണ്ടല്ലേന്ന് കരുതി അങ്ങനെയൊക്കെ നമ്മൾ നുണയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അയ്യോ, ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കിടന്ന് എന്തോ ഒരു നുണ പറഞ്ഞാലാണോ ഒട്ടും വയ്യ. ഇനി സർപ്രൈസ് ഒന്നും കൊടുക്കാൻ വയ്യ, പറ്റില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ ഫുഡ് വന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് അതിൻ്റെ തുറന്നപ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വന്നു. പിന്നെ നാട്ടിലെത്തി എങ്ങനെയൊക്കെയോ. ഇപ്പം അവരെന്നെ മാത്രമാണ് കേട്ടോ കാണുന്നുള്ളൂ. ഞാനിവിടെ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം പിള്ളേരും ചേട്ടനും കൂടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരാം. അങ്ങനെ ഒരു പ്ലാനിലാണ് ഞങ്ങളിരുന്നത്. അതായത് ഒരു സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുമ്പം അവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിങ്ങനെ അവരെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ. എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. കൊറേ നേരമായി വന്നിട്ട്. ഒരു ഫോട്ടോ ഒരു സെൽഫി വല്ലതും എടുക്കാം. ഈ ബാങ്കോട്ട് എടുത്ത് ഒരു സെൽഫി എടുത്തിട്ട് പോവാം. ഈ ബാങ്കോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു സെൽഫി എടുത്തിട്ട് പോവാം.
ഇവിടെ കണ്ടില്ലേ? രാജ് ഇവിടെ വന്നിട്ടും കണ്ടില്ല. അവളോട് പറയണ്ട. സർപ്രൈസ് ആയോ? ചൊറിയല്ല, അവന്റെ വേദന കിടന്നതിന്റെ എന്തോ പ്രശ്നം തോന്നും. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അറിയാന്നാ. ഞാൻ പറഞ്ഞപ്പോ ഞാൻ പല പ്രാവശ്യവും ടങ് സ്ലിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇന്ന്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഓർക്കണ്ടോ? ഞാൻ ഇങ്ങനെ കുഞ്ഞാമ്മയോട് വരണ്ടെന്ന് പറയാനായിട്ട്, അതുകൊണ്ടാ ഞാൻ അവളോട് വരണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ അനിയത്തിനെ കേട്ടോ കുഞ്ഞാവാന്ന് വിളിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവളുടെ ചെല്ലപ്പേര് കുഞ്ഞാവ കുഞ്ഞാവാന്നാ. അവൾക്ക് 2 പിള്ളേരായി, എന്നാലും ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് അവളെ കുഞ്ഞാവേന്നാണ്. അപ്പോൾ അവളും കൂടി വരാനായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടെ ഈ കാറി കയറത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് അസുഖമാണ്, അതുകൊണ്ട് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ വന്നില്ല. അപ്പോൾ അവളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവൾക്കും അതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് പപ്പ വിളിച്ചപ്പം മിണ്ടണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നീട് നമ്മൾ കാറി കയറിയപ്പം അവളെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാരും ഉണ്ട്. പറഞ്ഞില്ല. എന്തായാലും അവളുടെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് എല്ലാവരും വരുന്നുണ്ടെന്നുള്ളൊരിത് അവൾക്ക് ഭയങ്കര സന്തോഷം നൽകി. അത് തന്നെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് കിട്ടുമ്പം അതിന് ഭയങ്കര ഒരു മധുരം കൂടും. അപ്പം ആ ഒരു സന്തോഷം എനിക്ക് അവളുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റി. അങ്ങനെയൊരു സർപ്രൈസ് ഏറ്റവും കൂടുതൽ ഇപ്പം കൊടുത്തതിനകത്ത് ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടത് അവളുടെ മുഖമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനത്തെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിൽ ഒത്തിരി 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 ഹാപ്പിയാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ് കേട്ടോ ഇത്, കറുകപ്പള്ളി പള്ളി. ഇവിടെ ഗീവർഗീസ് സഹദായയുടെ പള്ളിയാണ്. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഭയങ്കര ശക്തിയുള്ള ഒരു പള്ളിയാണ്. ഇതാണ് എൻ്റെ നാട്. ഈ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ്, ഒരു പക്ക ഗ്രാമമാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ തന്നെ 5 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്താലാണ് തൊട്ടടുത്ത് കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ ഒരു പക്ക ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ച് വളർന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. ഈ കയറ്റത്തിലുള്ള ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ചേട്ടൻ്റെ വീടും ഞങ്ങളുടെ വീട് പോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്താണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഒരു കുറുപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് വീണ്ടും ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകുമ്പോൾ ക്രാരീലി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടൻ്റെ വീടുള്ളത്. കാടൊക്കെ വളരെയധികം അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ആനയൊക്കെ വരാറൊക്കെയുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്താണ് ചേട്ടൻ്റെ വീടിരിക്കുന്നത്.
വാ എണിച്ചു വാ. കിടക്കുവാണോ? ആ വന്നല്ലോ, വാ. പപ്പ എന്തേ? ഹലോ, പപ്പ എവിടെ പോയി? ആ പപ്പ ഇവിടെ കിടക്കുവാണോ? ഉറങ്ങുമെന്ന് തോന്നുന്നു. വാ. ആരാ വന്നത്? എല്ലാരും ഉണ്ട്. അയ്യോ, ഞാൻ മുറിയിൽ പോയി ഒളിച്ചിരുന്ന ഇവിടുത്തെ. അയ്യോ, ചേട്ടനെ പേടിപ്പിച്ച. എല്ലാവരോടും കണ്ടപ്പോ അത് ചേട്ടനടുത്ത് പോയി പേടിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇത്രയും റിയാക്ഷൻസ് കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഈ വീഡിയോയിലൊക്കെ കാണുന്ന സത്യമാണോ, ശരിക്കും അങ്ങനത്തെയൊക്കെ എക്സ്പ്രഷൻസ് ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. നാട്ടിൽ വന്നിട്ടും എനിക്ക് ഡ്രൈവിംഗ് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഓക്കെ ആയിരുന്നു, സൈഡിന് വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എറണാകുളത്തോട്ടൊക്കെ പോകാനായിട്ടൊരു പേടിയായിരുന്നു. ഞങ്ങൾ മെട്രോ എടുത്തു. അനീത്തിയുടെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനീത്തിയും മോളും കൂടെ മെട്രോയിലൊക്കെ കയറി ഞങ്ങൾ എറണാകുളമൊക്കെ ഫുൾ ഇങ്ങനെ കറങ്ങി നടന്നു. ഇത്ര നാളായി അങ്ങനെയൊക്കെ പോയിട്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ എപ്പോഴും ഇങ്ങനെ പോക്കായിരുന്നു, ഇങ്ങനെ ഡ്രസ്സ് മേടിക്കാനും. എനിക്ക് അതൊക്കെയാണ് ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഡ്രസ്സ്, ഫുഡ്, ഇതൊക്കെയാണ് എനിക്ക് നാടിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. ഹെലൻ, ഇന്നു ചിരിച്ച്. പിതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവികമായി നീ നിർദ്ദേശിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും. അങ്ങനെ മാമോദിസ കഴിഞ്ഞിരിക്കണു. ഇനി ഫുഡ്, ഷോപ്പിംഗ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പോക്കുകളാണ്. കാക്കനാട് നെല്ലെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, ഭയങ്കര അടിപൊളിയായിരുന്നു. കൊച്ചി ഈറ്റില്ലേ, അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ കണ്ടു പോയതാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. കൊഴുവ് വറുത്തതും മത്തി വറുത്തതും ഒക്കെ സൂപ്പറായിരുന്നു. ഞങ്ങളുടെ ഈ ബാൽക്കണിയിൽ നിന്ന് മഴ കാണാൻ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എന്തിനാ ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ വിട്ടിട്ട് വേറെ രാജ്യത്ത് പോയി കഷ്ടപ്പെടണമെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. എന്നാലും നമ്മുടെ നാട്ടിൽ നമുക്കൊരു മാന്യമായിട്ടൊരു നല്ലൊരു ജോലിയും ജീവിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞങ്ങളെന്തായാലും തിരിച്ചു വരാനിരിക്കുന്ന ആൾക്കാരാണ്. ആണോ? അത് അവാറായിട്ട് കാണാനായിട്ട് അടയൊക്കെ നല്ല മുഴുവൻ പണിയായിരുന്നു ഞങ്ങൾക്ക്. ഇറച്ചി കൊണ്ടുവന്ന് വരട്ടി, ബീഫ്, പിന്നെ മോരുകറി വെച്ചു, ചക്കയുടെ ഉണ്ടാക്കി, ഇറച്ചിയും വെച്ചു, പിന്നെ കഞ്ഞി വെച്ചു, കാലത്ത് കാപ്പിക്ക് ഉണ്ടാക്കി, മിറ്റം അടിച്ചു. അങ്ങനെയുള്ള പണികൾ വൈകുന്നേരം വരെ. എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ചതെല്ലാം ചെയ്യണേ? വരുമ്പോ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ തിന്നോട്ടെ. അല്ലെങ്കിൽ ചക്ക വരട്ടി കൊണ്ടുപോണില്ലേ? ചക്കയോ? നോക്കട്ടെ, നോക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കുവാന്ന്. എന്നാ വീഡിയോ? അമ്മയുടെ വീഡിയോ. അയ്യേ, ഇങ്ങനെയാണോ വീഡിയോ എടുക്കണേ? അയ്യോ സുന്ദരി. ചക്ക വരട്ടി വെച്ചോണ്ട് നീ കൊണ്ടുണ്ടെങ്കിലേ ചൂടാക്കൂടി വരും. ഞാൻ പറയാം. ആദ്യം വെയിറ്റ് നോക്കട്ടെ ബാഗിന്റെ. അമ്മയുടെ വീഡിയോ എടുക്കുവാന്നേ.
ഇരിക്കണ്ട, നല്ലോണം ഒക്കെ ഇരുന്നിട്ട് ഇല്ല, ഇങ്ങനെ ഇരിക്കണതാ എനിക്കിഷ്ടം. നോക്കട്ടേന്ന്. ശരി, കാണിച്ചു തരാം. എൻ്റെ മമ്മിയുടെ അമ്മയാട്ടോ ഇത്. ഈ ലോകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണത്. എൻ്റെ കുട്ടികൾക്ക് നാട്ട് തന്നെയാട്ടോ കുറച്ചുകൂടി ഇഷ്ടം ജർമ്മനീനേക്കാളും. അവർക്ക് ഇവിടെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഓടിക്കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നാട്ടിൽ 2 ആഴ്ച വളരെ പെട്ടെന്ന് പോയി. ഷോപ്പിംഗ്, ഫുഡ്, പിന്നെ വീണ്ടും ഷോപ്പിംഗ്, ഫുഡ്, പിന്നെ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ടുള്ള ഓട്ടം, ഇങ്ങനെയുള്ള ഓട്ടപ്രദക്ഷിണങ്ങൾ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് സമയമെല്ലാം പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പല്ലൊന്ന് പറിച്ചു. പല്ലേ കണക്കാൻ വയ്യ. വീർത്തിരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല, അത് നമ്പർ തോന്നണയാണോ? പക്ഷെ എനിക്ക് ഭയങ്കര വീർത്തിരിക്കണം. അല്ല, അത് നമ്പർ ഇരിക്കണം. ഇത് വർത്താനം പറയാൻ പറ്റില്ല. അത് നമ്പർ എന്നെ സന്തോഷമായില്ലേ? കലൂര് ചേച്ചിമാരുടെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഊണ് മാത്രം കൊടുക്കുന്ന ഒരു കടയാണ്. വൈകിട്ട് 4 മണി വരെയുള്ളൂ, ഉച്ചയ്ക്ക് 12 മണി തൊട്ട്. അവിടെ പോയി ഊണ് കഴിച്ചു. പല്ല് എടുത്തതൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ദൈവമേ, വിഴുങ്ങുക ചെയ്ത് മര്യാദയ്ക്കൊന്ന് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാട്ടിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഊണില്ലേ, അതിൻ്റെ രുചി. ഇത്തവണ നമ്മൾ പോയപ്പോൾ ഊണായിരുന്നു കൂടുതലും ട്രൈ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവിടെ ബർത്ത്ഡേ വന്നേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പിന്നെ അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. യാത്ര, ഡെൻ്റൽ ചെക്കപ്പ്, ഫുഡ് അടിക്കൽ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, മുടി വെട്ടി അതിനകത്തുള്ള കുറേ കലാപരിപാടികൾ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ജർമ്മനിയിലോട്ട് തിരിച്ചു പോകാനുള്ള ടൈമായിട്ടോ. നാട്ടിലോട്ട് നമുക്ക് വരണ്ടാന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഏതാണെന്നറിയാമോ? നമ്മൾക്ക് ഈ ഒരു തിരിച്ചുപോക്കില്ലേ, ഈ ഒരു ടൈമിൽ എല്ലാവരുടെ മുഖം കടന്നലൂത്തിയതുപോലെ ഇരിക്കും. ആർക്കും ഒരു സന്തോഷമില്ല. എനിക്കാണെങ്കിൽ ഈ നെടുമ്പാശ്ശേരിയുടെ ഗേറ്റ് കാണുന്നതേ കലിയാണ്, ദേഷ്യം വരും. പിന്നെ എന്തിനാണ് തിരിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെന്നേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. ആരും അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആണ് പോകുന്നതെന്ന്, ഇഷ്ടപ്പെട്ട് പോകുന്നവരുണ്ട്. പക്ഷേ എന്നാലും എന്നെപ്പോലുള്ളവർ ഇഷ്ടമില്ലാതെ തന്നെയാണ് പോകുന്നത്. തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തത് മെയിൻ റീസൺ പിള്ളേരാണ്. അവരവിടെ കുടുങ്ങിപ്പോകുന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം. എന്തുകൊണ്ടാണ് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത കണ്ടീഷൻ. എൻ്റെ കേസല്ല, ഞാൻ എന്തായാലും തിരിച്ചു വരും. എന്നാലും പൊതുവേ പോകുന്നവരെല്ലാം എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല, നിങ്ങൾക്ക് ഇത്ര വിഷമമാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നൂടെ എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെത്തി. ഇനി വീണ്ടും കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.